ഇന്ന് ലോക വികലാംഗ ദിനം. ജീവിതത്തിന്റെ പാതി വഴിയിൽ വീണ ഇരുട്ടിനെ ഭാര്യയുടെ കൈപിടിച്ച് മറികടക്കുകയാണ് കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി സാബു ജോസഫ്. 23-ാം വയസ്സിലുണ്ടായ ദുരന്തം സാബുവിന്റെ 2 കണ്ണുകളുടെയും കാഴ്ചയാണ് കവർന്നെടുത്തത്. ഇന്ന് വാർക്കത്തകിടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന വലിയ സ്ഥാപനത്തിന്റെ ഉടമയായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം. വയസ്സിൽ എനിക്കൊരു അപകടത്തിൽപ്പെട്ടാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. കിണറ്റിന് പാറ പൊട്ടിക്കുന്നതിനിടയിൽ കിണറിനകത്ത് വെച്ച് വെടിപൊട്ടിയതിന് ഉണ്ടായ പോലും കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഇപ്പം എനിക്ക് 50 വയസ്സുണ്ട്. 27 വർഷമായിട്ട് ഇരുളടഞ്ഞ ലോകത്താണ് ഞാൻ ജീവിച്ചിരുന്നത്. 4 വർഷത്തോളം ചികിത്സ നടത്തി. അപ്പോൾ കണ്ണിന് കാഴ്ചയൊന്നും എനിക്ക് പൂർണ്ണമായിട്ടും കിട്ടിയില്ല. പക്ഷേ എനിക്ക് നേരെ നടക്കാനോ ഒന്നും എനിക്ക് സാധിക്കില്ലായിരുന്നു. അപ്പോൾ ആദ്യമേ ഞാനത് പതുക്കെ ഒരു വടിയുടെ സഹായത്തോടു കൂടി ആദ്യം വീടിന് പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കാനായിട്ട് ശ്രമിച്ചു. അത് കഴിഞ്ഞ് അതൊരു 10 അടിയായി. ഓരോ ദിവസം ഇങ്ങനെ ദൂരം കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടായി. കാരണം ഒറ്റയ്ക്ക് അങ്ങനെ വീട്ടിൽ കയറി ഇരുന്നാൽ ആരും നോക്കാനുണ്ടാകുകയില്ല. വീട്ടിൽ ഇരുന്നാൽ ചിലപ്പോൾ അച്ഛനും അമ്മയും സഹോദരങ്ങളും എനിക്ക് ചിലവിന് തരുമായിരിക്കും. പക്ഷേ അത് എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തെ എനിക്കത് വലിയ വെല്ലുവിളിയാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് വടിയുടെ സഹായത്തോടു കൂടി പതുക്കെ കവലയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അനുസരിച്ചാണ് എൻ്റെ അമ്മയുടെ സഹോദരി ഒരു കല്യാണാലോചന പറഞ്ഞിട്ടാണ് രാജകുമാരി സ്വദേശി വത്സ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ പോയി കാണുകയും ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാവുകയും ആദ്യമൊക്കെ വലിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വത്സൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. കടന്നു വന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയ വഴിത്തിരിവായി. അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. എനിക്കൊരു ആങ്ങള മാത്രമേ ഉള്ളൂ. അവൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അങ്ങനെ നിന്ന് കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുമായിരുന്നു. കാരണം നമുക്ക് സ്ത്രീധനം കൊടുക്കാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ നിന്നപ്പോഴാണ് സൗജൻ്റെ ആലോചന എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ആങ്ങളെ എതിർത്തു. പറഞ്ഞു വേണ്ട, കല്യാണം അങ്ങനെ നടത്തണ്ട, ഒരു പെങ്ങളെ ഉള്ളൂ ഞാൻ. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചു വിട്ടാൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളുടെ കൂടെ കൈ പിടിച്ച് നടക്കണ്ടേ, അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് എനിക്കത് ഒരു ഇഷ്ടക്കേടായിട്ട് തോന്നിയില്ല. എനിക്ക് സന്തോഷമായിരുന്നു അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കാൻ. പക്ഷേ കല്യാണം കഴിച്ച് ഇത്ര നാൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കൂടെ കൂടിയിട്ട് ഒരു കുറവും എനിക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. എൻ്റെ സഹോദരൻ്റെ വീട് പണിയുന്നിടത്ത് ആ മേസ്തിരി എന്നെ ഒരു ദിവസം ഈ തകിട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാനത് 2-3 പ്രാവശ്യം ഒരു സ്ഥലത്ത് ഈ തകിട് എടുക്കുന്നതിനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇത് കിട്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു പൈസ അടച്ചിട്ട് പൊക്കോ, തകിട് ഇവിടെ വരുമ്പോഴത്തേനും ഞാൻ വിളിച്ച് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ മേസ്തിരിയോട് ചോദിച്ചു, മേസ്തിരി ഇത് കിട്ടാൻ ഇങ്ങനെ പാടുള്ള സാധനമാണ്, അപ്പോൾ ഇതെന്താണെന്നൊന്നും എനിക്കും അറിയത്തില്ല. അപ്പോൾ മേസ്തിരി എന്നോട് പറഞ്ഞു, സാബു ഇതൊന്നും ഇവിടെ ഈ പ്രദേശത്തൊന്നുമില്ല, ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിലില്ല, കുറച്ച് പൈസ ഉണ്ടോ സാബു ഇത് മുടക്കി തുടങ്ങുക. അപ്പോൾ ഞാനിവിടെ ഒന്ന് വലസയായിട്ട് ആലോചിച്ചു. വലസ പറയും നമുക്ക് എന്തെങ്കിലും ഒരു ജീവിതമാർഗ്ഗം വേണമല്ലോ, നമുക്ക് തുടങ്ങാം. അപ്പോൾ വലസയിൽ ചെറിയ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം വിറ്റ് അന്നത്തെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു 60,000 രൂപയാണ്. ആ 60,000 രൂപ മുടക്കി ഞങ്ങളത് ചെയ്തു. 150 തകിട് ഞങ്ങൾ കോട്ടയത്തു നിന്ന് ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് ആദ്യം ഒന്നും ഇതിൻ്റെ പണിയൊന്നും അറിയത്തില്ല. എന്നാലും ഞങ്ങൾ ആരെയും നിർത്തിയില്ല. ഞാനും വലസയും കൂടെ ഇരുന്ന് അത് ഞങ്ങൾ കരിയോയിലെല്ലാം അടിച്ച് ഞങ്ങളത് ലോഡെല്ലാം കയറ്റി വിട്ടു. ഞങ്ങൾക്ക് പൈസയും കിട്ടാൻ തുടങ്ങി. ഞാൻ വ്യവസായ വകുപ്പിൻ്റെ അടുത്ത് ആദ്യമേ വ്യവസായ വകുപ്പിൻ്റെ അടുത്ത് പോയായിരുന്നു ഈ കാര്യം പറഞ്ഞു. അന്നേരം പറഞ്ഞു നിങ്ങൾക്ക് ചെയ്ത് വശമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ലോൺ തരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ജോലികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ചെറിയ പൈസ ഉണ്ടാക്കി നിങ്ങൾ തുടങ്ങുക, ഞങ്ങൾക്കത് കണ്ട് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ ലോൺ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2008 1.5 ലക്ഷം രൂപ വ്യവസായ വകുപ്പ് ലോൺ അനുവദിച്ച പൈസ പെട്ടെന്ന് പാസ്സായി. ആ കിട്ടിയ അത്രയും പൈസയ്ക്ക് ഞങ്ങളൊരു 250 തകിടും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത്. അപ്പോഴത്തേക്ക് 400 തകിടായി. അതും ഇവിടെ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിന് മുകളിലാണ് ഓർഡർ വരുന്നത്. അപ്പോൾ പിന്നെ എന്നാ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ഞാൻ ഒരു 5 സെൻറ്റ് സ്ഥലത്ത് ആണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പള്ളിക്കത്തോട് കോപ്പറേറ്റീവ് ബാങ്കിൽ അടുത്ത ബാങ്ക് പ്രസിഡന്റ് ഗോകുമാർ സാറിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, എന്നാൽ സാബു ഇത് പൈസ തിരിച്ചടച്ചണം, ഇത് 3 ലക്ഷം ഒന്നും തരാനുള്ളതില്ല, പിന്നെ സാബു ചെയ്യുന്നതുകൊണ്ടും അറിയാവുന്നതുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ 3 ലക്ഷം രൂപ കിട്ടി. അതേപടി ഞങ്ങൾ പോയി വീണ്ടും ഞങ്ങൾ ഷീറ്റ് എടുത്തു. അപ്പോഴത്തേക്ക് ഒരു 700-800 ഷീറ്റായി. 800 ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരു 1500 രൂപയൊക്കെ ഞങ്ങൾക്ക് ഒരു ദിവസം വരുമാനമാകാൻ തുടങ്ങി. അപ്പോൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പൈസ ആകാൻ തുടങ്ങി. അങ്ങനെ ഒരു 6 മാസം 8 മാസത്തോളം ഞങ്ങൾ ആ കിട്ടിയ പൈസ എല്ലാം ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചു. ഞങ്ങൾ പതുക്കെ അതിൻ്റെ സ്പാനും കേഡറും അത് ഒരു ബിസിനസ്സിന് മുമ്പോട്ട് പോകണമെങ്കിൽ അതും കൂടെ വേണമെന്നുള്ളൊരു സ്ഥിതിയിലോട്ടായി കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ കുറേശ്ശെ പോയി എറണാകുളത്തൊരു കമ്പനിയിൽ പോയി. അപ്പോൾ ഞാനത് ആദ്യം പോയി 100 സ്പാൻ എടുത്തു. 100 സ്പാനും എടുത്ത് അതിൻ്റെ ജാക്കിയെല്ലാം എടുത്തുകൊണ്ട് വന്നു. അതൊന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു രക്ഷയില്ല, തികയില്ല. കൊണ്ടുവന്ന് ഇറക്കി അന്ന് രാത്രിയിലാണ് പണിതിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ കയറിപ്പോവും. അപ്പോൾ അവിടെ രാജേഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ഞാൻ പറഞ്ഞ ചേട്ടാ എനിക്കിങ്ങനെ നല്ല ബിസിനസ്സുണ്ട്, എനിക്ക് തരാൻ പൈസയില്ല, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് സാധനം നിങ്ങൾ ഒരു 3 മാസം 4 മാസം ക്രെഡിറ്റ് ഞാൻ കിട്ടുന്ന പോലെ പൈസ കിട്ടുതരാം. രാജേഷ് ചേട്ടൻ അതിന് ഒറ്റ കാര്യം പറയും, സാബുവിന് എത്ര ലക്ഷം രൂപയുടെ സാധനം വേണമെങ്കിലും ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകുമോ, ഞങ്ങൾക്കത് വിശ്വാസമാണെന്നും പറഞ്ഞ് അവിടുന്ന് ഒരു 10 ലക്ഷം രൂപയുടെ സാധനം അവിടുന്ന് ഒരു വലിയ ലോറിയിൽ ഇവിടെ കയറ്റി വിട്ടു. ബിസിനസ് വർദ്ധിച്ചതനുസരിച്ച് ഞങ്ങൾക്ക് ജില്ലയ്ക്ക് വെളിയിൽ നിന്നൊക്കെ ഓർഡറുകൾ വരാൻ തുടങ്ങി. അപ്പം നമുക്ക് ചെറിയ വാഹനത്തിലൊന്നും കൊണ്ടെത്തിച്ച് സമയത്തും നമുക്കൊരു വണ്ടിയൊന്നും വാടകയ്ക്ക് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടത്തില്ല, രാത്രിയിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ചെറിയ മഹീന്ദ്രയുടെ ഒരു ചെറിയ പിക്കപ്പ് ഞങ്ങൾ വാങ്ങിച്ചു. അത് ഞങ്ങളൊരു 3 വർഷം ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾക്ക് അതും പറ്റാതെ വന്നു. കാരണം അതിലും വലിയ വണ്ടി
വേണ്ട അല്ല ആ വണ്ടി വെച്ച് ഞങ്ങൾ പുറത്തുനിന്ന് വണ്ടി വിളിക്കാൻ കഴിഞ്ഞപ്പോഴത്തേനും പണിക്കാരെല്ലാം കൂടെ പറഞ്ഞു നമുക്ക് ഈ വണ്ടി പോരാ, നമുക്കൊരു വലിയ വണ്ടിയാണ്. അപ്പോൾ 2015 ഞങ്ങളൊരു വലിയ വണ്ടി കൂടെ ഒരു 9 പോലുള്ളൊരു വലിയ വണ്ടിയും കൂടെ വാങ്ങിച്ചു. 15 മുതൽ അതും ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇല്ലായ്മകളെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്നവർക്ക് മുന്നിൽ ജീവിതത്തിൽ പ്രതീക്ഷയുടെ പൊൻവെളിച്ചം തീർക്കുകയാണ് ഈ കുടുംബം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.